നമസ്തേ. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൗ സൂപ്പർ ജയൻസിന് തകർപ്പൻ ജയം. യുവതാരം മായങ്ക് യാദവിന്റെ തകർപ്പൻ ബൗളിംഗ് പ്രകടനത്തിന്റെ കരുത്തിലാണ് ലക്നൗ വിജയിച്ചത്. അതേസമയം തുടർ തോൽവികളിൽ വലയുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. IPL ആവേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആതിര. ഞാൻ ശരത്യ. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ പരാജയപ്പെടുത്തി സീസണിലെ രണ്ടാം ജയം സ്വന്തമാക്കി ലക്നൗ സൂപ്പർ ജയൻസ്. ബംഗളൂരുവിനെതിരെ 28 റൺസിന്റെ വിജയമാണ് ലക്നൗ സ്വന്തമാക്കിയത്. ബംഗളൂരു ബാറ്റ്സ്മാൻമാരെ വട്ടം കറക്കിയ ലക്നൌവിന്റെ യുവ ബൗളർ മായങ്ക് യാദവാണ് കളിയിലെ താരം. സീസണിൽ ഇനിയും ഫോം കണ്ടെത്താതെ വലയുന്ന ബംഗളൂരുവിന് ലക്നൌവിനെതിരെയും പരാജയം തന്നെയായിരുന്നു ഫലം. ചിന്നസ്വാമി എന്ന ഹോം ഗ്രൗണ്ടും ടോസ് എന്ന അനുകൂല ഘടകവും ഉണ്ടായിട്ട് പോലും RCBക്ക് വിജയത്തേരിലേറുവാൻ സാധിച്ചില്ല. ടോസ് നഷ്ടപ്പെട്ടാണ് ലക്നൗ സൂപ്പർ ജയൻസ് ബാറ്റിംഗിന് ഇറങ്ങുന്നത്. ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ കിൻഡൻ ഡി കോക്കിൻ്റെയും വാലറ്റത്ത് നിക്കോളാസ് പൂറൻ്റെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ കരുത്തിൽ 181 റൺസാണ് ലക്നൗ സൂപ്പർ ജയൻസ് അടിച്ചുകൂട്ടിയത്. ഒരിക്കൽ കൂടി ടീമിൻ്റെ ദയനീയ ബൗളിംഗ് പ്രകടനം ബംഗളൂരുവിനെ കാര്യമായി തന്നെ ബാധിച്ചു. മറുപടി ബാറ്റിംഗിൽ RCB മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. മഹിപ്പ ലോംറോർ, വിരാട് കോഹ്ലി, രജത് പത്തീദാർ എന്നിവർ പൊരുതി നോക്കിയെങ്കിലും ലക്നൗ ഉയർത്തിയ സ്കോർ ബംഗളൂരുവിന് റൺമല തന്നെയായിരുന്നു. ബൗളിംഗിൽ ലക്നൌവിനായി യുവതാരം മായങ്ക് യാദവ് തീയുണ്ടകളുമായി ആളിക്കെത്തിയപ്പോൾ ബംഗളൂരു ബാറ്റ്സ്മാൻമാർ ചാമ്പലായി. 4 ഓവറിൽ 14 റൺസ് മാത്രം വിട്ടുകൊടുത്ത മായങ്ക് RCBയുടെ 3 വിക്കറ്റുകളാണ് പിഴുതത്. വിജയത്തോടെ ലക്നൗ സൂപ്പർ ജയൻസ് പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഒരു വിജയവും 3 പരാജയവുമുള്ള ബംഗളൂരു ആകട്ടെ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ്. സ്പോർട്സ് ഡെസ്ക്, ജനം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലായിരുന്നു മത്സരം. പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് സ്വന്തം മൈതാനത്ത് ഒരിക്കൽ കൂടി പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ. അപ്പം എന്തായാലും അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു RCB കട്ട ആരാധികയാണ്. അപ്പം ഇന്നലത്തെ മത്സരം പരാജയപ്പെട്ടപ്പോൾ എന്ത് തോന്നുന്നു? തോൽവിയൊന്നും ഞങ്ങൾക്ക് പുത്തരിയല്ലല്ലോ. കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ച തോൽവിയാണ്. ആകെ 2 സീസണിൽ മാത്രമേ ഞങ്ങൾ ഫൈനൽ പോലും കളിച്ചിട്ടുള്ളൂ. അപ്പോൾ തോൽവിയൊന്നും ഞങ്ങൾ വലിയ കാര്യമാക്കുന്നില്ല. പക്ഷേ ഈ ഫോം തുടർന്നാൽ RCB ഇത്തവണയും പ്ലേ ഓഫിൽ പോലും എത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ലക്നൌവിൻ്റെ ഓൾറൗണ്ട് പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ മായങ്ക് യാദവ് എന്ന യുവതാരം 14 റൺസാണ് 4 ഓവറിനുള്ളിൽ വഴങ്ങിയത്. 3 വിക്കറ്റും എടുത്തു. മായങ്കിൻ്റെ അത്ഭുത സ്പെല്ലിൽ തന്നെയാണ് ഇന്നലെ RCB തകിടം മറിഞ്ഞത്. മധ്യനിര ബാറ്റർമാരെല്ലാം പുറത്താക്കിയത് മായങ്ക. നമുക്ക് ഇന്നത്തെ മത്സരം പരിശോധിക്കുകയാണ്. നമുക്കറിയാം ഒരു ആധികാരിക വിജയമാണ് ലക്നൗ സൂപ്പർ ജയൻസ് RCBക്കെതിരെ സ്വന്തമാക്കിയത്. എന്തുതന്നെയായാലും ഈ മത്സരത്തിന്റെ കൂടുതൽ വിശദമായ വിശകലനം നൽകുന്നതിന് BCCI മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, അപ്പോൾ ഇന്നലത്തെ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ RCB തുടർച്ചയായ അവരുടെ 3ാം പരാജയമാണ് ഇന്നലെ ഏറ്റുവാങ്ങിയത്. മാത്രമല്ല, അതായത് 3ാം പരാജയം അവർ ഇന്നലെ ഏറ്റുവാങ്ങി. മാത്രമല്ല, ലക്നൗ സൂപ്പർ ജയൻസ് അവരുടെ തുടർച്ചയായ രണ്ടാമത്തെ വിജയം സ്വന്തമാക്കി. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനെ ഏത് രീതിയിലാണ് സാർ നോക്കിക്കാണുന്നത്? വീണ്ടും RCBയുടെ ആ ബോളിങ്ങിന്റെ കുറവ്, പ്രത്യേകിച്ച് ഇന്നലെ നോക്കുകയാണെങ്കിൽ ഞാൻ മത്സരം മുഴുവൻ കണ്ടതാണ്. അപ്പൊ സൂപ്പർ ജയൻസ് ബാറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു 150-160 കൂടുതൽ റൺസ് പ്രതീക്ഷിച്ചില്ല. പക്ഷെ പൂരന്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ്, തൃശ്ശൂർ പൂരം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ അവസാന 2 ഓവറുകളിൽ 35 റൺസിലധികം അദ്ദേഹം നേടുന്നു. അപ്പൊ അതൊരു കളിയുടെ, ഇപ്പൊ സിറാജ് ആയാലും കൂടാതെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പന്തെറിയുന്ന പ്രതീക്ഷിച്ചിരുന്ന ബോളറാണ് ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള സിറാജ് ഉൾപ്പെടെയുള്ളവർ. അവരുടെയൊക്കെ ബോളിങ്ങിന് മുന്നിൽ പൂരന്റെ അവസാന 2 ഓവറിലെ ബാറ്റിംഗ് പ്രകടനം അത് കളിയുടെ ഗതി തന്നെ മാറ്റി. 180-ലധികം റൺസ് സൂപ്പർ ജയൻസിന് നേടാൻ സാധിച്ചു. പിന്നീട് കണ്ടത് നല്ലൊരു തുടക്കം. ഡുപ്ലസീസും വിരാട് കോഹ്ലിയും ചേർന്ന് ആദ്യത്തെ 3 ഓവറിൽ 30 റൺസ് നേടിയപ്പോൾ വിചാരിച്ചു ഈ ലക്ഷ്യം 180 എന്നുള്ളത് അനായാസം മറികടക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു, ഡുപ്ലിസസ് ഔട്ട് ആവുന്നു. പിന്നീട് കണ്ടത് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഇപ്പൊ ഏറ്റവും വേഗതയേറെ പന്തെറിയുന്ന മയങ്ക് യാദവിന്റെ അടുത്ത ഒരു മാൻ ഓഫ് ദ മാച്ച് നേട്ടവും
അദ്ദേഹത്തിന്റെ 3 വിക്കറ്റ് പ്രകടനം, അതും വെറും 4 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് നേടുക ഈ യുവതാരം. അദ്ദേഹത്തിന് ആഭ്യന്തര ക്രിക്കറ്റിലൊന്നും ഒരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ റണ്ണപ്പും അദ്ദേഹത്തിന്റെ ആ പേസും കൺട്രോളും എല്ലാം നോക്കിയപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഫാസ്റ്റ് ബോളറിന്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ആ യുവതാരത്തിൽ കാണാൻ സാധിച്ചു. അദ്ദേഹം ഇത് തുടർന്ന് പോണം. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ഭാവി വാഗ്ദാനമായിട്ട് ടെസ്റ്റിലായാലും ഏകദിനത്തിലായാലും T20യിലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു റൺസ് കണ്ടെയ്ൻ ചെയ്ത് വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളറിന്റെ ഒരു സ്വപ്നമാണ്. അതും RCBക്കെതിരെ ഈ യുവതാരത്തിന്റെ ആ ബോളിംഗ് സ്പെല്ല് നോക്കിയപ്പോൾ തീർത്തും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനം. എന്തായാലും ഭാവി വാഗ്ദാനം എന്ന് നമുക്ക് പറയാം. അത് മാത്രമല്ല, ഇന്നലെ കണ്ടത് RCBയുടെ ആ നട്ടല്ലൊടിക്കുന്ന പ്രകടനം. 7 ബോളർമാരാണ് ഇന്നലെ KL രാഹുൽ പരീക്ഷിച്ചത്. നവീൻ എന്നുള്ള അഫ്ഗാനിസ്ഥാൻ ബോളർ ഉൾപ്പെടെ എല്ലാ രീതിയിലും അത് ശരിവെക്കുന്ന രീതിയിൽ ബോളർമാരുടെ മികച്ച പിന്തുണ, മികച്ച രീതിയിൽ ആധികാരികമായിട്ട് സൂപ്പർ ജയൻസ് അവരുടെ വിജയം കരസ്ഥമാക്കി. തീർച്ചയായിട്ടും RCB ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ബാറ്റർമാരുടെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. മാക്സ്വെലിന്റെയൊക്കെ പ്രകടനം അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തരം താഴ്ന്നിരിക്കുന്നു. കാരണം നമ്മൾ ലോകകപ്പ് ഹീറോ ആണ് മാക്സ്വെൽ. ഏകദിനത്തിൽ പ്രത്യേകിച്ച് T20യിലൊക്കെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഒരിക്കലും പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെ അതിലും എടുത്തു പറയേണ്ടത് ഗ്രീൻ എന്നുള്ള ആ ബാറ്ററിന്റെ വിക്കറ്റ് നേടിയ മയങ്ക് യാദവിന്റെ ആ പന്ത് 157 കിലോമീറ്റർ വേഗതയിൽ. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു പന്ത് വളരെ റയറായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ബ്യൂട്ടി ഓഫ് എ ഡെലിവറി എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് ഇന്നലത്തെ മത്സരം തീർത്തും സൂപ്പർ ജയൻസ് അവരുടെ പരിധിയിൽ വരുത്തുകയും അവര് ഒരു മികച്ച വിജയം, വളരെ ആധികാരികമായിട്ടൊരു വിജയം തന്നെ നേടാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടത്. സർ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, കാരണം ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങളിലൊക്കെ അതായത് വിരാട് കോഹ്ലി മികച്ച രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് വേണ്ട വിധം ശോഭിക്കാനല്ല. പക്ഷേ അദ്ദേഹം ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. അദ്ദേഹം 22 റൺസോളം സ്കോർ ചെയ്തു. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് നായകനായിട്ടുള്ള ഡുപ്ലസി പല മത്സരങ്ങളിലും ഇതിനു മുമ്പ് നടന്ന മത്സരങ്ങളിലും എല്ലാം പൂർണ്ണ ഒരു പരാജയമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ബാറ്റിങ്ങിൽ മികച്ച രീതിയിൽ തിളങ്ങുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ബൗളിംഗ് ചേഞ്ചുകൾ കൊണ്ടുവരുന്നതിലും ഒക്കെ അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ക്യാപ്റ്റന് സമ്മർദ്ദം കൂടുതലാണ്. നമ്മളിപ്പോ ഡുപ്ലസിയുടെ കാര്യം പറയുന്നു, ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പറയുന്നു. ക്യാപ്റ്റന്മാർക്ക് കടുത്ത സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്നുള്ളതാണ് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡുപ്ലസീസിനെ പോലെയുള്ള താരങ്ങൾക്ക് എക്സ്പീരിയൻസിന് ഒരു കുറവുമില്ല. അവർക്ക് പരിചയസമ്പന്നതയുടെ കാര്യത്തിൽ നയിക്കാനും എല്ലാം കഴിവുള്ള താരമാണ്. പക്ഷെ സമ്മർദ്ദത്തിൽ അവർ ടീമിലെ സപ്പോർട്ട് കിട്ടുന്നില്ല. അതിന് ഉദാഹരണമാണ് ഞാൻ മാക്സ്വെലിന്റെ കാര്യം പറഞ്ഞത്. മാക്സ്വെലിനെ പോലെയുള്ള താരത്തിൽ നിന്ന് നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഇതിലെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. പക്ഷെ ബാറ്റിങ്ങിൽ അങ്ങനെ അല്ല. വളരെ ദയനീയമായിട്ട് അദ്ദേഹം ഔട്ടാവുന്ന രീതി. കൂടാതെ ബാറ്റിംഗ് ഓർഡർ, ഇപ്പൊ വിരാട് കോഹ്ലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് RCBക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോ പത്തീദാർ ഇന്നലെ നന്നായിട്ട് ബാറ്റ് ചെയ്തു. പക്ഷെ ഇവരൊന്നും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് ആ സ്കോറ് ഉയർത്താനോ അല്ലെങ്കിൽ നല്ലൊരു ചേസ് നടത്താനോ സാധിക്കുന്നില്ല. ഇവിടെ ദയനീയമായിട്ട് അവര് പിന്നോട്ട് പോകുന്നു. ബാറ്റിങ്ങിന്റെ കാര്യത്തിലാണ്. പക്ഷെ ബോളിങ്ങിന്റെ കാര്യത്തിൽ ഏറെ പിന്നിലാണ് RCB. അത് തിരുത്തിയില്ലെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളിൽ എല്ലാം തന്നെ ഇതിലും കടുത്ത ടീമുകളായിട്ടായിരിക്കും കളിക്കുക. അപ്പൊ ബോളിങ്ങിന്റെ കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അവർക്കൊരു വിജയം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വളരെ വ്യക്തമാണ് സാർ. ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ 2 യുവനായകന്മാർ തമ്മിലുള്ള മത്സരമാണ്. രണ്ടാം ജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഡൽഹി ക്യാപിറ്റൽസിന്റെ എതിരാളികൾ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടാണ് ശ്രേയസ് അയ്യർ നയിക്കുന്ന കൊൽക്കത്ത എത്തുന്നത്. മറുവശത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഋഷഭ് പന്തും കൂട്ടരും. വൈകുന്നേരം 7:30 ഡൽഹിയുടെ 2ാം ഹോം വേദിയായ വിശാഖപട്ടണത്താണ് മത്സരം. നമുക്കറിയാം ഇന്നത്തെ മത്സരം അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ മത്സരമാണ്. കാരണം വിജയ വഴിയിലേക്ക് ഡൽഹി തിരിച്ചെത്തിയിരിക്കുകയാണ്. അതേസമയം കൊൽക്കത്ത അകത്ത് തുടർച്ചയായ 3ാം ജയം ലക്ഷ്യമിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത്. അവരുടെ ബാറ്റിംഗിലായിക്കോട്ടെ ബൗളിംഗിലായിക്കോട്ടെ കൊൽക്കത്ത മികച്ച ഫോമിലാണ് ഈ സീസണിൽ. ഡൽഹിക്കും ഇന്ന് വിജയം അനിവാര്യമാണ്. ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമാണ്. എന്തു തന്നെയാലും ഇന്നത്തെ മത്സരം ഒരു അത്യധികം ആവേശപൂർണ്ണമായ ഒരു മത്സരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും IPL ഇന്നത്തെ ഈ IPL ആവേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.